Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് കസ്റ്റോഡിയൽ വയലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവർണൻസിൻ്റെ ഒരു ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആണത്. സോ ഈ ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, റൈറ്റ് ഇഷ്യൂസ് ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം GS paper 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കസ്റ്റോഡിയൽ വയലൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു വയലേഷൻ ആണല്ലോ. ആർട്ടിക്കിൾ 21 വയലേഷൻ ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 21 ഇറ്റ് ഗീവ്സ് us ദി റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. അതേപോലെ ഇവിടെ ഒരു പോലീസിന്റെ അക്കൗണ്ടബിലിറ്റിയുടെ ഒരു ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഗവർണൻസിന്റെ ഫെയിലിയർ ആണ്. സോ നമുക്കിവിടെ ബെറ്റർ പോലീസ് റിഫോംസ് വേണം, നമുക്ക് ബെറ്റർ ട്രെയിനിങ് വേണം, അല്ലേ? സോ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ഇമേജ് എടുക്കുമ്പോൾ വി ആർ നോട്ട് റാറ്റിഫൈങ് ദി UN കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ. എന്താന്ന് വഴിയെ പറയാം. ഓക്കെ, പിന്നെ വി ക്യാൻ ലിങ്ക് ദിസ് ടു DK ബസു ഗൈഡ് ലൈൻസ് ആൻഡ് KS പുട്ടുസ്വാമി ജഡ്ജ്മെന്റ്. സോ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ന്യൂസിൽ കവർ ചെയ്യുന്നതായിരിക്കും. എത്തിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് GS paper 4 എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡിൽ ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എത്തിക്കൽ ഡിലേമ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ പബ്ലിക് സർവൻസിന്റെ ബിഹേവിയർ, ഓക്കെ, ദി ഇന്റഗ്രിറ്റി, കമ്പാഷൻ, അക്കൗണ്ടബിലിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഓക്കെ, ആൻഡ് ജസ്റ്റിസ് വേഴ്സസ് റിവെഞ്ച്. ഓക്കെ, സോ അങ്ങനത്തെ SA പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ന്യൂസ്. സോ ഇവിടെ രണ്ട് ടൈപ്പ് പോലീസ് സ്റ്റൈൽസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫേമസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷെർലക് ഹോംസ് ആണ്. ഷെർലക് ഹോംസിന്റെ സ്റ്റൈലും ഡേർട്ടി ഹാരിയുടെ സ്റ്റൈലും. ഷെർലക് ഹോംസിലോട്ട് വരാം. ഡേർട്ടി ഹാരി എന്നുള്ളത് ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു എ ഫിക്ഷണൽ സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഇൻസ്പെക്ടർ. പുള്ളിയുടെ പേരാണ് ഈ ഹാരി ക്ലാൻ എന്നുള്ളത്. ഓക്കെ, ഈ റോള് പ്ലേ ചെയ്തത് ക്ലിന്റ് ഈസ്റ്റ്വുഡ് ആണ്. ഓക്കെ, ഹോളിവുഡ് ഫിലിംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇപ്പോഴും വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടറാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ്. ഓക്കെ, സോ ആ പുള്ളിയുടെ ആ ഒരു ഡേർട്ടി ഹാരി എന്നുള്ളത്, പുള്ളിയുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി റൂൾസ് ഒന്നും നോക്കില്ല. ഓക്കെ, പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അടിച്ചിട്ട് സത്യം തെളിയിക്കുക. ഓക്കെ, അതായത് വയലൻസിലൂടെയാണ് പുള്ളി സത്യം തെളിയിക്കുന്നത്. ഓക്കെ, സോ ഹി തിങ്സ് ലൈക്ക് ബീറ്റിംഗ് ആൻഡ് സ്കെയറിംഗ് പീപ്പിൾ വിൽ ബ്രിങ് ദ ട്രൂത്ത്. ഓക്കെ, പുള്ളി ഫോഴ്സ് ഉപയോഗിച്ച് ഈ ആൾക്കാരെ ഭയപ്പെടുത്തിയിട്ടാണ് പുള്ളി കേസ് തെളിയിക്കുന്നത്. ഓക്കെ, സംടൈംസ് ഹി ബ്രേക്സ് ദ ലോ. പുള്ളിക്ക് വേണ്ടത് വളരെ ക്വിക്ക് റിസൾട്ട്സ് ആണ്. ആൻഡ് ഹി ബിലീവ്സ് ദി എൻഡ് ജസ്റ്റിഫൈസ് ദി മീൻസ്. അപ്പോൾ ഷെർലക് ഹോംസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഷെർലക് ഹോംസിന്റെ ബുക്കും സീരീസും ഒക്കെ ഉണ്ട്. സീരീസ് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. നല്ല സൂപ്പർ സീരീസ് ആണ്, എല്ലാവരും മസ്റ്റ് വാച്ച് സീരീസ് ആണ്. സോ ഷെർലക് ഹോംസിന്റെ സ്റ്റൈൽ നമുക്കറിയാം, പുള്ളി ലോജിക് ഉപയോഗിച്ചിട്ടാണ് കേസ് തെളിയിക്കുക. ഓക്കെ, ലോജിക്കും എവിഡൻസും യൂസ് ചെയ്ത് ക്രൈംസ് സോൾവ് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ വളരെ പേഷ്യൻ്റ്ലി വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, പുള്ളി ലീഗലി മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ആൻഡ് പുള്ളിയുടെ ആ ഒരു ഫോക്കസ് ഇൻവെസ്റ്റിഗേഷനിലും അതേപോലെ സത്യത്തിലുമാണ്. സോ ഇന്ത്യയിൽ ദിസ് ക്രിയേറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഷുഡ് അവർ പോലീസ് ആക്ട് ലൈക്ക് ഷെർലക് ഹോംസ്? ഓക്കെ, വളരെ കാം ലീഗലായിട്ട് നമ്മൾ ആക്ട് ചെയ്യണോ, അതോ ഡേർട്ടി ഹാരിയെ പോലെ നിൽക്കണോ എന്നുള്ളതാണ്. ഒരു അഗ്രസീവായിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ്സിലൂടെ കേസ് തെളിയിക്കണോ എന്നുള്ളതാണ്. ഓക്കെ, സോ ചൂസിങ് ദി ഷെർലക് ഹോംസ് മോഡൽ ഇറ്റ് മീൻസ് റെസ്പെക്ടിങ് ദ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെ? അതേപോലെ ഇപ്പോൾ ഹാരി മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഫാസ്റ്റ് ആക്ഷൻ ബട്ട് ക്യാൻ കോസ് മിസ്യൂസ് ഓഫ് പവർ ആൻഡ് ജസ്റ്റിസ്. സോ ഇവിടെയുള്ള ഡിബേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് ജസ്റ്റിസ് വി വാണ്ട് ഇൻ അവർ സൊസൈറ്റി എന്നുള്ളതാണ്. സോ ഇന്ത്യയിലുള്ള ഈ ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓൺഗോയിങ് പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്കിതിന് ഈ ഡേർട്ടി ഹാരി സ്റ്റൈൽ ഓഫ് പോലീസിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പണ്ടത്തെ രാജൻ കേസ് ഒക്കെ ഉണ്ടല്ലോ, കേരളത്തിലെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നല്ലോ രാജൻ കേസ്. എമർജൻസിയുടെ സമയത്ത് പുള്ളിനെ പിടിച്ചുകൊണ്ട് പോയി പുള്ളി പിന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ട് മരിക്കാനുണ്ടായത്. അതേപോലെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന, ഇപ്പോൾ ഈ ഒരു ന്യൂസ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ്. തമിഴ്നാട്ടിലെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പുള്ളി പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് മരിക്കാനുണ്ടായത്. ഓക്കെ, ഇറ്റ് ഇസ് എ ഫ്രഷ് കേസ് ഷോയിങ് ബ്രൂട്ടൽ ഇല്ലീഗൽ പോലീസിങ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ എത്രത്തോളം മോശമാണെന്ന് നമ്മൾ നോക്കുമ്പോൾ 2018 തൊട്ടിട്ട് 2023 വരെ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഏകദേശം 687 പീപ്പിൾ ഹാവ് ഡൈഡ് ഇൻ കസ്റ്റഡി. ഓക്കെ, സോ ഒരു ഇതെടുക്കും, അതായത് എല്ലാ ആഴ്ചയിലും, ഓക്കെ, എവറി വീക്ക് ഒരു 2 to 3 ആൾക്കാർ കസ്റ്റോഡിയൽ വയലൻസിൽ മരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും മധ്യപ്രദേശും ബീഹാറും UPയും തമിഴ്നാടുമാണ്. ഓക്കെ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഈ കസ്റ്റോഡിയൽ ഡെത്ത്, മരണങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഈ ടോർച്ചർ, ഇങ്ങനെ ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നത് ഇറ്റ് യൂഷ്വലി ഹാപ്പൻ സീക്രട്ട്ലി, അല്ലേ? ഇത് CCTVയിൽ ഒന്നും ഈ സംഭവം പതിയില്ല.
ഓക്കെ, വാനിലോ ഷെഡുകളിലോ അല്ലെങ്കിൽ എം ടി ബിൽഡിങ്സിലൊക്കെയാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ സഫർ ചെയ്യുന്നത് ഇതിലുള്ള വിക്ടിംസ് മോസ്റ്റ്ലി പാവപ്പെട്ട ആൾക്കാരായിരിക്കും. ദളിത്, ഓക്കെ, ട്രൈബൽസ് അല്ലെങ്കിൽ മൈഗ്രൻസ് അല്ലെങ്കിൽ ഈ സ്ലം ഡ്വല്ലേഴ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ദേ ആർ ദ മോസ്റ്റ് പവർലെസ് പീപ്പിൾ ഇൻ സൊസൈറ്റി. ഈ സൂര്യയുടെ ജയ് ഭീം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടവർക്ക് അറിയാം അല്ലേ, അതിൽ ഈ ഒരു ഇഷ്യൂ നേരെ കാണിക്കുന്നുണ്ട്. ആൻഡ് സോ ദിസ് ഈസൻ ജസ്റ്റ് ബാഡ് പോലീസിങ്. ഓക്കെ, ഇറ്റ്സ് എ സോഷ്യൽ ഇൻജസ്റ്റിസ്. ഓക്കെ, കാസ്റ്റും ക്ലാസ്സും നോക്കിയിട്ടുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് ആണത്. ഇത് ബാഡ് പോലീസിങ് മാത്രമല്ല. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ലാക്ക് ഓഫ് ട്രെയിനിങ് ആണ്, അതേപോലെ ഈ സ്ട്രോങ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ആൻഡ് ഈ പോലീസിന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിറ്റീഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് അത്രത്തോളം പ്രഷറാണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തെളിയിക്കണം. ദേ വാണ്ട് ക്വിക്ക് റിസൾട്ട് അല്ലേ. സോ പോലീസ് ഈസ് അണ്ടർ പ്രഷർ ടു ഷോ ദി ക്വിക്ക് റിസൾട്ട്. സോ സൊസൈറ്റി ഓഫൺ accepts or ignores police violence. നമ്മുടെ നിയമം, അതായത് വാട്ട് ഡസ് ദ ലോ സേ എന്ന് നോക്കുമ്പോൾ, സുപ്രീം കോർട്ട് DK ബസു കേസിൽ 1996 ഒരു കേസാണ്. ഓക്കെ, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി വന്നൊരു കേസാണ്. ഓക്കെ, സോ ദി DK ബസു കേസ് റെഫേഴ്സ് ടു ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യസ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഇൻ ദി DK ബസു വാസ് എ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. സോ ഈ ഒരു കേസ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ക്രൂഷ്യൽ സേഫ് ഗാർഡ്സ് എഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ വയലൻസ്. ഓക്കെ, അതേപോലെ ഈ ആവശ്യമില്ലാണ്ട് ഈ പവർ, അതായത് ആ പവർ അബ്യൂസ് ചെയ്യുക, ഓക്കെ, ബൈ ദി ലോ എൻഫോഴ്സ്മെന്റ് ഡ്യൂറിങ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതിനെ പറ്റിയിട്ട് അതിനെതിരെ വന്നൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു ഇത്. ഓക്കെ, സോ ഈ ഒരു ടോർച്ചർ നിർത്തണം എന്ന് ക്ലിയർ ആയിട്ടുള്ള റൂൾസ് സുപ്രീം കോടതി ഈ DK ബസു കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ KS പുട്ടസ്വാമി കേസുണ്ട് 2017. സോ ആ ഒരു കേസിൽ കോടതി പറഞ്ഞത് എല്ലാ ആൾക്കാർക്കും ദി ഹാവ് ദി റൈറ്റ് ടു ഡിഗ്നിറ്റി ആൻഡ് ബോഡ്ലി സേഫ്റ്റി എന്നുള്ളതാണ്. ലോ കമ്മീഷൻ വന്നിട്ട് പറഞ്ഞു, വി നീഡ് എ സ്ട്രോങ് ആന്റി ടോർച്ചർ ലോ എന്നൊക്കെ ലോ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മാറി മാറി വന്ന ഏത് ഗവൺമെന്റും ഇറ്റ് ഹാസൻ പാസ്ഡ് യെറ്റ്. ഓക്കെ, ഇറ്റ് ഹാസൻ ബീൻ പാസ്ഡ് യെറ്റ്. ഈ ഒരു ആന്റി ടോർച്ചർ ലോ ഇതുവരെ പാസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ UN ഈ ഒരു ടോർച്ചർ തടയാൻ വേണ്ടിയിട്ട് അവർക്കൊരു ട്രീറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ട്രീറ്റി ഉണ്ട്. സോ ഇന്ത്യ സ്റ്റിൽ ഹാസ് ഇൻ സൈൻഡ് ഇറ്റ്. ഓക്കെ, UN ഒരു കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ എന്ന് പറയുന്ന ട്രീറ്റിയിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഗ്ലോബൽ വ്യൂ നമ്മൾ എടുക്കുമ്പോൾ 2025 ഇന്ത്യ വാസ് റാങ്ക്ഡ് ഹൈ റിസ്ക് ഫോർ ടോർച്ചർ ഇൻ ദി ഗ്ലോബൽ ടോർച്ചർ ഇൻഡെക്സ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇപ്പം നമുക്ക് ഇത് എത്രത്തോളം കൺസേൺ ഉള്ള ഒരു ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇത് പോലീസ് റിഫോംസ് ആയിട്ടും അതേപോലെ ഹ്യൂമൻ റൈറ്റ്സും റൂൾ ഓഫ് ലോയും സോഷ്യൽ ജസ്റ്റിസും എല്ലാം കടന്നു വരുന്നുണ്ട്. നമ്മുടെ പേപ്പർ 2 GS പേപ്പർ 2 എത്തിക്സിലും SIയിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഈ ടോർച്ചർ ഇറ്റ് ഈസ് നോട്ട് ഓൺലി അൺഎത്തിക്കൽ. ഓക്കെ, അത് ഇൻഎഫക്റ്റീവ് ആണ് എന്ന് വേണം പറയാൻ. ഈ ടോർച്ചറിനെ പറ്റിയിട്ട് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് നോക്കുന്ന സമയത്ത് ടോർച്ചർ ഇറ്റ് വിൽ ഡാമേജ് ദ ബ്രെയിൻ. ഓക്കെ, അതായത് ഈ മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ട, അതായത് ബ്രെയിനിൻ്റെ ചില പാർട്ടുകളുണ്ടല്ലോ. സോ ഈ ന്യൂസിൽ പറയുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ഹിപ്പോ ക്യാമ്പസ് പോലെയുള്ള ബ്രെയിനിൻ്റെ ചില പാർട്ടുകൾ, ഓക്കെ, ഇറ്റ് ഈസ് വെരി നീഡഡ് ഫോർ മെമ്മറി ആൻഡ് ക്ലിയർ തിങ്കിങ്. ഓക്കെ, സോ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഇത് ഡാമേജ് ആവും എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വിക്ടിംസ് ദേ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, അവർ മെൻ്റലി വളരെയധികം വീക്കാവും. പിന്നെ ആ ഒരു ഈ പോലീസ് നമ്മുടെ ഈ ഡേർട്ടി ഹാരി മെത്തേഡ് തന്നെ എന്താണ്, വയലൻസിലൂടെ കേസ് തെളിയിക്കുകയാണ്. ഓക്കെ, സോ അടി കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ സത്യം പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം. ഓക്കെ, ദേ വാണ്ട് ടു അവോയ്ഡ് ദ പെയിൻ അല്ലേ. സോ ടോർച്ചർ എന്നുള്ളത് ഇറ്റ് ഡസൻ ഗീവ് റിലയബിൾ ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ഒരു ന്യൂസിൽ തന്നെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ടോർച്ചർ ഫെയിലിയറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒന്ന് അൾജീരിയൻ വാറുകളാണ് പറയുന്നത്. അൾജീരിയൻ വാറിൽ ഈ ഫ്രഞ്ചുകാർ അൾജീരിയൻ റിബൽസിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് കിട്ടിയത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതേപോലെ CIAയുടെ ഒരു ബ്ലാക്ക് സൈറ്റ്സ്, അതായത് ഈ ദേ ടോർച്ചേർഡ് പ്രിസണേഴ്സ്. ഓക്കെ, പ്രിസണേഴ്സിനെ ഇവർ ടോർച്ചർ ചെയ്യുന്നുണ്ട് നമ്മുടെ CIA. അവർക്ക് കിട്ടുന്നത് വളരെ ഫാൾസ് കൺഫെഷൻസ് ആണ്. ഓക്കെ, സോ അവർ ആ ഒരു പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പോലെ അവർ ചെയ്തു എന്ന് പറയും. ഓക്കെ, വളരെ ഫോൾസ് ആയിട്ടുള്ള കൺഫെഷൻസ് ആണ് അവർക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഈ ഇന്നസെന്റ് പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു പരിപാടി USA ദേ ഫൗണ്ട് ദാറ്റ് 375 പീപ്പിൾ റോങ്ലി കൺവിക്റ്റഡ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ കൺഫസ് ചെയ്തത് ആ ഒരു പ്രഷർ കൊണ്ടാണ്. ഓക്കെ, പിന്നീട് ആ ഒരു DNA പരിപാടിയൊക്കെ നോക്കിയ ടൈമിൽ അത് പിന്നീട് മനസ്സിലായി ആ ആൾക്കാരൊന്നും
തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പിന്നീട് അവർക്ക് മനസ്സിലാവാണ് ഉണ്ടായത്. ഓക്കെ, DNA later proved them innocent. സോ ഇവിടെ എന്താണ് ആക്ച്വലി വർക്ക് ആവുന്നതെന്ന് ചോദിച്ചാൽ ഈ പീസ് മോഡലാണ്. ഓക്കെ, ആ പേരിലുള്ള പോലെ തന്നെ സമാധാനപരമായിട്ടുള്ള മോഡലാണ്. ഇതാണ് UK-യിലും നോർവേയിലും കാനഡയിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ലൊരു പ്രിപ്പറേഷനും പ്ലാനിങ്ങും വേണം. അതേപോലെ തന്നെ ദേ ഷുഡ് എൻഗേജ് ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്. അക്കൗണ്ടബിൾ ആയിരിക്കണം. ഒരു ക്ലോഷർ, അതായത് നല്ലൊരു സോ ഇത് ബേസിക്കലി ഒരു എൻഡിങ് പാർട്ടാണ്. ഓക്കെ, അതായത് ഒരാൾ ആ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരാള് ആളുടെ അടുത്ത് ഈ ഓഫീസർ, ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആള്, പുള്ളി സമറൈസ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞതെന്നുള്ളൊരു കാര്യം സമറൈസ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ദേ ഷുഡ് മേക്ക് ഷുവർ ദി പേഴ്സൺ ബീങ് ക്വസ്റ്റ്യൻഡ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. ഓക്കെ, പിന്നെ അവരോട് ചോദിക്കണം, അതായത് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൂടി ചോദിക്കണം. പിന്നെ അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വി ഷുഡ് താങ്ക് ദം ഫോർ ദിയർ കോപ്പറേഷൻ, അല്ലേ? ആൻഡ് ആ ഒരു ഇന്റർവ്യൂ, അതായത് ഈ ഒരു സംവാദം, അത് കുറച്ചും കൂടി വി ഷുഡ് എൻഡ് ദാറ്റ് ഇൻ എ ക്ലിയർ ആൻഡ് റെസ്പെക്ട്ഫുൾ വേ. അതാണ് ഈ ക്ലോഷർ എന്നുള്ളൊരു സാധനം കൊണ്ട് ഉപയോഗിക്കുന്നത്, അല്ല ഉദ്ദേശിക്കുന്നത്. സോ ഇത് കാണിക്കുന്നത് ഒരു പ്രൊഫഷണലിസമാണ്, അല്ലേ? അതേപോലെ ഒരു കൺഫ്യൂഷനും പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദി ഇന്റർവ്യൂ ഈസ് വെരി ഫെയർ ആൻഡ് കംപ്ലീറ്റ്. അതൊരു ട്രസ്റ്റ് ബിൽഡിങ്ങിന് സാധിക്കും. അതായത് ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. അത് പിന്നെ ഫ്യൂച്ചർ കോപ്പറേഷനിലൊക്കെ വളരെയധികം ഇവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അവസാനത്തെ ഇവാലുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പീസ് മോഡൽ പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ്, എൻഗേജ് ആൻഡ് എക്സ്പ്ലെയിൻ, A ഫോർ അക്കൗണ്ട്, C ഫോർ ക്ലോഷർ, E ഫോർ ഇവാലുവേഷൻ. ഓക്കെ, സോ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു മെത്തേഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, കാംനെസ് ആൻഡ് ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു മെത്തേഡ് വഴി ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. ആൻഡ്രൂസ് ബ്രീവിക് എന്ന് പറയുന്ന നോർവേയിലുള്ള ഒരാൾ ഏകദേശം 77ഓളം ആൾക്കാരെ കൊന്നിരുന്നു. ഓക്കെ, നോൺ വയലന്റ് ക്വസ്റ്റ്യനിങ്ങിലൂടെ പുള്ളി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൺഫസ് ചെയ്തു. അതേപോലെ നജീബുല്ല സാസി എന്ന് പറയുന്ന പുള്ളി ഒരു അൽഖ്വയ്ദയുടെ ആളായിരുന്നു. ഓക്കെ, പുള്ളി അമേരിക്കയിൽ എന്തൊക്കെയോ വലിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൂയിസൈഡ് ബോംബിങ് പോലുള്ള സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ US, അതായത് US-ന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നമ്മുടെ FBI ഒക്കെ ഉണ്ടല്ലോ, FBI പുള്ളിനെ വളരെ അതായത് റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്തു. ഓക്കെ, സോ പുള്ളി എല്ലാം കാര്യങ്ങളും അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഹെൽപ് ടു സ്റ്റോപ്പ് എ വൈഡ് ടെറർ പ്ലാൻ. ഓക്കെ, സോ അതേപോലെ ഇവിടെ നമുക്ക് ടേക്ക് അവേ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ടോർച്ചർ സയന്റിഫിക്കലിയും പ്രാക്ടിക്കലിയും ഈ സാധനം വർക്ക് ചെയ്യില്ല. ഓക്കെ, അതൊരു റോങ് കൺഫെഷൻ ആയിരിക്കും അത് കാരണമാവുക. ആൻഡ് ഇറ്റ് വിൽ ഡിലേ ദി ജസ്റ്റിസ് ആൻഡ് ആ ഒരു പോലീസിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി അതിനെ ഡാമേജ് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. സോ മോഡേൺ ആയിട്ടുള്ള എത്തിക്കൽ ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഇൻട്രോഗേഷൻ ആണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, അത് it is like a modern ethical and evidence based interrogation is not only more human but also it is more effective. ഓക്കെ, സോ ഞാൻ പിന്നെയും പറയുന്നു, എത്തിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ഓക്കെ, റൈറ്റ് വേഴ്സസ് റോങ് പോലീസിങ്, ഈ ഇൻട്രോഗേഷനിലോട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് എങ്ങനെയാണ്, പോലീസ് റിഫോംസിന്റെ ആവശ്യകതയും ഹ്യൂമൻ റൈറ്റ്സും റൂൾ ഓഫ് ലോയും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ ആ ഒരു വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ഷെർലക് ഹോംസിന്റെ സ്റ്റൈല് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എവിഡൻസിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, എവിഡൻസിൽ മാത്രമല്ല, എവിഡൻസും ലോജിക്കും പേഷ്യൻസ് ഉപയോഗിച്ചിട്ട് കേസ് തെളിയിക്കണം. ഓക്കെ, അതല്ലാണ്ട് ഭയപ്പെടുത്തി ആൾക്കാരെ ടോർച്ചർ ചെയ്ത് ഷോർട്ട് കട്ട്സിലൂടെ കേസ് തെളിയിക്കുക, ഡേർട്ടി ഹാരിയെ പോലെ ആവരുത്. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഷെർലക് ഹോംസിന്റെ മോഡലാണ്. ആൻഡ് ആ ഒരു UN-ന്റെ ആ ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ അഗെയിൻസ്റ്റ് ടോർച്ചർ. ഓക്കെ, സോ നമ്മൾ അതിൽ ജോയിൻ ചെയ്യണം. വി ഷുഡ് ജോയിൻ ദി ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു സ്റ്റോപ്പ് ടോർച്ചർ. അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ടോർച്ചർ ലോ വേണം. ഓക്കെ, ഈ കസ്റ്റോഡിയൽ വയലൻസ് അതൊരു പണിഷബിൾ ക്രൈം ആയിരിക്കണം. ഓക്കെ, ഒരു ലൂപ്പ് ഹോൾസും അവിടെ പാടില്ല. പിന്നെ ഈ പോലീസുകാരെ ഈ പീസ് മോഡൽ നമ്മൾ പറഞ്ഞില്ലേ, ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിങ്ങും അതേപോലെ അത് എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും, പിന്നെ അവരെ റെസ്പെക്റ്റ്ലി അവർ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, റെസ്പെക്റ്റ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യുക, ത്രെട്ടുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ടോർച്ചർ ചെയ്യുമ്പോൾ, അതായത് ടോർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡിക്ലെയർ ദാറ്റ് ദി സീറോ ടോളറൻസ് ഫോർ ടോർച്ചർ. ഓക്കെ, വിക്ടിം ആരോ ആയിക്കോട്ടെ, അത് പാവപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ പണക്കാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എവറി കേസ് മസ്റ്റ് ബി പണിഷ്ഡ്. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് മെച്യൂരിറ്റി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ലൈക്ക് വി ആർ റെസ്പെക്ടിങ് ദ ലോ, അല്ലേ? സോ വി ഷുഡ് നോട്ട് ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജസ്റ്റിസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യണം. ടോർച്ചർ എന്നുള്ളത് വെറൊരു ക്രൈം മാത്രമല്ല, ഇറ്റ് ബ്രേക്സ് ദി പ്രോമിസ് ഓഫ് ഇക്വാലിറ്റി, ഡിഗ്നിറ്റി ആൻഡ് ജസ്റ്റിസ് ഗിവൺ ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ്
efforts to restore mangroves can turn the tide on India's coastal security. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം. എൻവയോൺമെന്റ് എക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജി എസ് പേപ്പർ 3 ഈ കൺസർവേഷൻ, എൻവയോൺമെന്റ് പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ എന്നുള്ള ഹെഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. സോ മാംഗ്രൂവ്സ് എന്നുള്ളത് നമ്മുടെ മുമ്പും ഒരു ന്യൂസിൽ നമ്മളത് സംസാരിച്ചിരുന്നു അല്ലേ. മാംഗ്രൂവ്സ് ദേ ആർ കൈൻഡ് ഓഫ് സ്പെഷ്യൽ ട്രീസ്. ഇവർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ കോസ്റ്റിന്റെ സൈഡിലൊക്കെ ആയിരിക്കും. ഓക്കെ, ദ ഗ്രോ ഇൻ സോൾട്ടി വാട്ടർ. ഈ റിവേഴ്സൊക്കെ കടലുമായിട്ട് ചേരുന്ന സ്ഥലങ്ങളുണ്ടാവില്ല, നമ്മുടെ സുന്ദർബൻസും ഈ മുംബൈ ക്രീക്കൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. സോ അവിടെയാണ് നമുക്ക് മാംഗ്രൂവ്സിനെ കാണാൻ പറ്റുന്നത്. മാംഗ്രൂവ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരമാലകളിൽ നിന്നും ബിഗ് വേവ്സിൽ നിന്നും ഇറോഷനിൽ നിന്നൊക്കെ ആ ഒരു കോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം. ഓക്കെ, ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. 2004 സുനാമിയിലൊക്കെ ഇവര് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ദേ സേവ്ഡ് സോ മെനി ലൈഫ് ഡ്യൂറിങ് ദി 2004 സുനാമി. 2004 സുനാമി കേരളത്തിലും വളരെയധികം എഫക്ട് ചെയ്ത ഒന്നാണല്ലേ. പിന്നെ ഒരുപാട് വൈൽഡ് ലൈഫിന്റെ, അതായത് ഇവിടെ ഈ ഫിഷും, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിഷസും, ക്രാബുകളും, അതേപോലെ ബേർഡ്സ്, പിന്നെ വേറെ പല ആനിമൽസും. ഓക്കെ, ദേ ഗ്രോ ആൻഡ് ബ്രീഡ് ദെയർ. ഇറ്റ് ഈസ് എ വെരി സേഫ് പ്ലേസ് എസ്പെഷ്യലി ഫോർ ഫിഷസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഹോം ഫോർ വൈൽഡ് ലൈഫ്. അതേപോലെ തന്നെ ഇത് ഒരുപാട് കാർബൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് അബ്സോർബ്സ് എ ലോട്ട് ഓഫ് കാർബൺ. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലൈമറ്റ് ഹെൽപ്പറാണ്. നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ദിസ് ഇസ് കോൾഡ് ബ്ലൂ കാർബൺ. ഓക്കെ, അതേപോലെ ഇറ്റ്സ് അബൌട്ട് പീപ്പിൾസ് ലൈഫ്. അതായത് ഇൻ മെനി കോസ്റ്റൽ പീപ്പിൾ ദേ ഡിപ്പെൻഡ് ഓൺ മാംഗ്രൂവ്സ്. ഓക്കെ, അത് അവിടെ ഫോർ മെയിൻലി ഫോർ ഫിഷിംഗ്. ഓക്കെ, സോ ഇന്ത്യയിൽ ഏകദേശം 4,900 സ്ക്വയർ കിലോമീറ്റർ ഓഫ് മാംഗ്രൂവ്സ് ഉണ്ട്. ഇന്ത്യ ഹാസ് അബൌട്ട് 4,900 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് മാംഗ്രൂവ്സ്. സോ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക കോസ്റ്റുകളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. സോ മാംഗ്രൂവ്സ് എന്നുള്ളത് ഇതൊരു ഗ്രീൻ ഷീൽഡാണ്. ഓക്കെ, അത് കോസ്റ്റിന്റെ ഒരു ഗ്രീൻ ഷീൽഡായിട്ട് നമുക്ക് പറയാം. Okay, it is protecting nature and people both. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു മാംഗ്രൂവ്സ് നശിക്കുന്നതെന്ന് നോക്കിയാൽ, മാംഗ്രൂവ്സ് ആർ അണ്ടർ ത്രെട്ട്. ഒന്ന് ഈ വളർന്നു വരുന്ന, അതായത് ഈ അർബൺ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, സിറ്റീസ് ആർ ഗ്രോയിങ് അല്ലേ. സോ ആൾക്കാർ ഈ വീടും റോഡും ബിൽഡിങ്സ് ഒക്കെ മാംഗ്രൂവ് ഏരിയയിൽ കൊണ്ടുവന്ന് കെട്ടുകയാണ്. അതേപോലെ തന്നെ പിന്നൊന്ന് ഈ ഫിഷ് ആൻഡ് ഷ്രിംപ് ഫാമിംഗ് ആണ്, അക്വാ കൾച്ചർ. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ബേസലിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ എന്തായിരുന്നു പേര്, പൊന്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ സിനിമയിൽ നമ്മുടെ അമ്പാൻ പുള്ളി ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു ഷ്രിംപ് പോണ്ടുകൾ, അതായത് ഈ ചെമ്മീനൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, സോ മാംഗ്രൂവ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ദേ ആർ മേക്കിംഗ് സ്പേസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ഷ്രിംപ് പോണ്ട് ആൻഡ് ഓൾ. അതേപോലെ ഫാക്ടറീസ് എന്നുള്ള പൊല്യൂഷനാണ്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. അതായത് ഇൻഡസ്ട്രീസ് എന്നുള്ള ഈ ഒരു ഡേർട്ടി വാട്ടർ ഇറ്റ് ഈസ് ഹാർമിങ് മാംഗ്രൂവ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതേപോലെ തന്നെ ആ ഒരു ഈ റിവേഴ്സിന്റെയും, അതായത് ചേഞ്ചിങ് റിവേഴ്സ് ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, സോ വളരെ കുറച്ച് ഫ്രഷ് വാട്ടറേ മാംഗ്രൂവ്സിലോട്ട് എത്തുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആൻഡ് അതേപോലെ ഈ സീ ലെവലൊക്കെ കൂടുന്നത് കൊണ്ടും ക്ലൈമറ്റ് ചേഞ്ചും ഇതെല്ലാം പ്രശ്നമാണ്. ഓക്കെ, സോ IUCN പറഞ്ഞത് 50% വേൾഡിലുള്ള ടോട്ടൽ മാംഗ്രൂവ്സ് 2050 കൂടിയിട്ട് ഡിസപ്പിയർ ആവും. ഓക്കെ, പകുതിയോളം മാംഗ്രൂവ്സ് ഡിസപ്പിയർ ആവും എന്നാണ് അവർ പറഞ്ഞത്, ഇഫ് വി ഡോണ്ട് ആക്ട്. സോ മാംഗ്രൂവ്സ് ഡേഞ്ചറിലാണ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദേ നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ഏർജന്റ്ലി. സോ നമ്മുടെ തമിഴ്നാടിന് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് കേട്ടോ മാംഗ്രൂവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഈ ഗ്രീൻ തമിഴ്നാട് മിഷനൊക്കെ ഉണ്ട്. സോ അതിലൂടെ തമിഴ്നാട് ഡബിൾഡ് ദെയർ മാംഗ്രൂവ് ഏരിയ. 4,500 ഹെക്ടറിൽ നിന്നും 9,000 ഹെക്ടർ ആയിട്ട് അവർ കൂട്ടിയിട്ടുണ്ട് ഈ 2021 തൊട്ട് 2024 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. അവരുടെ ആ ഒരു റിസ്റ്റോറേഷനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈ മുത്തുപ്പേട്ടൈ എസ്റ്റുറിയാണ്. 2017 തൊട്ട് തന്നെ നമ്മുടെ ഈ MS സ്വാമിനാഥൻ ഫൗണ്ടേഷനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പിന്നെ അവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ കൂടിയിട്ട് അവർ ഏകദേശം ഒരു 115 ഹെക്ടറോളം മാംഗ്രൂവ്സ് അവർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 19ഓളം കനാൽസ് അവരുണ്ടാക്കി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ സീ വാട്ടർ, അതായത് ഈ ടൈഡ്സിനെ ദേ ക്യാൻ റീച്ച് മാംഗ്രൂവ്സ് എഗെയിൻ. പിന്നെ ഈ എവിയന സീഡ്സ്,
അതായത് എവിസീനിയ സീഡ്സോ അങ്ങനെ എന്താണ് അതിന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മാംഗ്രൂവ് ട്രീസും ഈ ഒരു ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ അതായത് ഈ ട്രീസ് നമുക്ക് മോസ്റ്റ്ലി ഇവരെ കാണാൻ പറ്റുന്നത് ഈ എസ്റ്റുറീസിന്റെ ഒക്കെ ഒരു ഇന്റർ ടൈഡൽ സോൺസിലാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇന്റർ ടൈഡൽ സോണിലാണ് അവിടെ ഇവരെ കാണാൻ പറ്റുന്നത്. പെൻസിൽ റൂട്ടുകളാണ് ഇവർക്ക് ഉണ്ടാവുക. പിന്നെ ഇവരുടെ റൂട്ട് മേലെ ആയിരിക്കും, അടിയിലായിരിക്കില്ല, ഏരിയൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് സീഡുകളും പിന്നെ ഈ ബേബി മാംഗ്രൂവ്സിന് 6000-ഓളം ഈ ചെറിയ മാംഗ്രൂവ്സിനെ അവർ കൊണ്ടുവന്ന് അവിടെ നട്ടിട്ടുണ്ട് ടു ഗ്രോ ന്യൂ പ്ലാന്റ്സ്. അതേപോലെ ഈ കഴിപ്പട്ടൂർ ചെന്നൈയിൽ 2024 12,500-ഓളം പുതിയ മാംഗ്രൂവ് സീഡ്ലിങ്സ്, അതായത് മാംഗ്രൂവ്സിൽ തന്നെ 5 സ്പീഷീസ് എന്നുള്ള ഡിഫറെന്റ് മാംഗ്രൂവ്സിനെ അവർ അവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അവര് ഒരു പ്രോസ്കോപ്പിസ് ജൂലിഫോറ, ഇതൊരു ഇൻവേസീവ് പ്ലാന്റ് ആണ്. ഓക്കെ, അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ടു ബ്രിങ് ബാക്ക് നാച്ചുറൽ മാംഗ്രൂവ്സ് ദാറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ഫ്രം സൈക്ലോൺസ് ആൻഡ് ഓൾ. സോ തമിഴ്നാട് ദേ ആർ ആക്റ്റീവ്ലി ഗ്രോയിങ് മാംഗ്രൂവ്സ്. ഓക്കെ, അവരുടെ ഡാമേജ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ അവർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ലോക്കൽസും ഒരുപാട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ടു പ്രൊട്ടക്ട് ദി കോസ്റ്റ് ഫ്രം ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ്. സോ അതേപോലെ മുംബൈയിൽ ഒരു പുതിയ മാംഗ്രൂവ് പ്രോജക്റ്റ് വരുന്നുണ്ട്. സോ അവിടെ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആമസോൺസ് റൈറ്റ് നൗ ക്ലൈമറ്റ് ഫണ്ട് എന്നുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതേപോലെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനും ഹാസ്റ്റൺ റീജനറേഷനും ഒക്കെയാണ്. സോ ഇവർ ഈ ഹാസ്റ്റൺ റീജനറേഷൻ അവർ ഏകദേശം ഒരു 10.5 കോടിയോളം സ്റ്റാർട്ടഡ് റുപ്പീസ് 10.5 crore പ്രോജക്ട് ടു പ്രൊട്ടക്ട് ദി നേച്ചർ. ഓക്കെ, സോ ഇത് എവിടെയാണ്? അതായത് ഈ ഒരു മുംബൈയിലാണല്ലോ ഈ ഒരു പ്രൊജക്ട് വരുന്നത്. താനെ ക്രീക്കിലാണ്, അതായത് മുംബൈയുടെ അടുത്തുള്ളൊരു കോസ്റ്റൽ ഏരിയയിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഈ സ്ഥലം വേറൊരു ഇതിനും കൂടി ഫേമസ് ആണ്. ഈ ഫ്ലമിംഗോസും അതേപോലെ 180-ഓളം വേറെ ബേർഡ് സ്പീഷീസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്ലേസ് വിച്ച് ഈസ് ഓൾസോ ഫേമസ് ഫോർ ഫ്ലമിംഗോസ് ആൻഡ് ഓവർ 180 ബേർഡ് സ്പീഷീസ്. സോ അവര് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അവർ ഏകദേശം ഒരു 3-3.25 ലക്ഷത്തോളം മാംഗ്രൂവ് സാപ്ലിങ്സ് അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ടു ഗ്രോ എ ഹെൽത്തി മാംഗ്രൂവ് ഫോറസ്റ്റ്. അവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റും മലിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ യൂസിങ് സ്പെഷ്യൽ ബാരിയേഴ്സ് കോൾ ദി ട്രാഷ് ബൂംസ്. അവരുടെ ഗോൾ എന്താന്ന് പറഞ്ഞാൽ 150 ടണ്ണോളം വേസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് 3 വർഷത്തിലെ. ഓക്കെ, സോ അവിടെ സ്ത്രീകൾക്കും ഒരുപാട് തൊഴിലവസരങ്ങൾ അവർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ പ്ലാന്റിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദ മാംഗ്രൂവ്സ്. ഓക്കെ, സോ ഈ ഒരു പ്രോജക്റ്റ് ഇത് മാംഗ്രൂവ്സിനെ വളർത്താനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റാനും ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും വുമൺ എംപ്ലോയ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഒരു മിഷ്ടി സ്കീമും കൂടി ഒന്ന് നോക്കാനുണ്ട്. MISHTI. സോ ഈ ഒരു മിഷ്ടി സ്കീം, അതായത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മാംഗ്രൂവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്ററ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം. ഇത് ലോഞ്ച് ചെയ്തത് 2023 ജൂൺ 5-ാം തീയതിയാണ്. ഇതിന്റെ ഗോൾ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ആൻഡ് ഗ്രോ മാംഗ്രൂവ്സ് ഇൻ ഇന്ത്യ. സോ അതുകൊണ്ട് തന്നെ 19,000-ലും അതായത് 19,000+ ഹെക്ടേഴ്സ് ഓഫ് മാംഗ്രൂവ് ഹാസ് പ്ലാന്റഡ് ഇൻ ജസ്റ്റ് 2 years. ഓക്കെ, 5 വർഷത്തിൽ 54,000 ഹെക്ടറോളം അത് വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇറ്റ് ഈസ് ഓൺ ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തിലാണ്, അതായത് മാംഗ്രൂവ്സിന്റെ ഇന്ത്യയിലുള്ള മാംഗ്രൂവ്സിന്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23% ഉള്ളത് ഗുജറാത്തിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കച്ച് ഏരിയയിലോ കച്ച് ഉണ്ടല്ലോ. ഓക്കെ, കച്ച് റീജിയനിലും സൗരാഷ്ട്രയിലും ഒക്കെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്, ഗുജറാത്തിലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് അവിടെ കുറച്ചും കൂടി ആ ഒരു കോസ്റ്റ് ലൈൻ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും, അല്ലേ? ഇറ്റ് വിൽ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റോംസ് ആൻഡ് ഇറോഷൻ. ടൂറിസവും അതേപോലെ കുറെ അവസരങ്ങളും അവിടെ സൃഷ്ടിക്കും. ഓക്കെ, എക്കോ ടൂറിസത്തിനും അതേപോലെ അവിടുത്തെ ലോക്കൽസിന് കുറെ വരുമാനം കിട്ടുന്ന പരിപാടിയൊക്കെ അവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാംഗ്രൂവ്സിന് ബ്ലൂ കാർബൺ പോലെയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യാനും പറ്റും. സോ ഈ മിഷ്ടി എന്നുള്ളത് ഇറ്റ് ഈസ് എ നാഷണൽ പ്ലാൻ ടു എക്സ്പാൻഡ് മാംഗ്രൂവ്സ് ആൻഡ് ടു ബൂസ്റ്റ് ലോക്കൽ ലൈവ്ലിഹുഡ് ആൻഡ് ടു പ്രൊട്ടക്ട് ദി കോസ്റ്റ് ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, സ്പെഷ്യൽ ഫോക്കസ് ഗുജറാത്തിലാണ്. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് 2006 മുംബൈ ബ്ലാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. ഓക്കെ, സോ ഇത് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിൽ GS പേപ്പർ 2 ഈ ഗവർണൻസ്, പോളിറ്റി, ജുഡീഷ്യറി എന്നുള്ളൊരു ഹെഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി, ഓക്കെ, ദ വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ ഒരു ന്യൂസിൽ കയറി വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അതായത് ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ റോങ്ഫുൾ അറസ്റ്റ് ആൻഡ് ഫ്ലോഡ് ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ വയലേറ്റ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്.
സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും റോളുകളും സെപ്പറേഷൻ ഓഫ് പവേഴ്സും റൂൾ ഓഫ് ലോ, നാഷണൽ സെക്യൂരിറ്റി, ഓക്കെ, ഫെയർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യകത എന്താണ്, അതേപോലെ MCOCA എന്ന് പറയുന്ന ആക്ട്. MCOCA എന്നുള്ളത് ഈ മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് ആണ്. ഓക്കെ, സോ ഇത് മഹാരാഷ്ട്രയിലുള്ള ഒരു ആക്ട് ആണ്. ഇറ്റ് ഈസ് എ ലോ എനാക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഇൻ 1999. മെയിനായിട്ട് ഈ ഓർഗനൈസ്ഡ് ക്രൈംസും തീവ്രവാദവും ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ നമുക്കറിയാമല്ലോ, മുംബൈയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന കുറച്ച് ഡോണുകളൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനത്തെ ഈ ക്രിമിനൽ ഗാങ്സിൻ്റെ ആക്ടിവിറ്റീസും അതേപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെ കാര്യങ്ങളും ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസസും ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു അത്. ഓക്കെ, സോ വി ലുക്ക് ഓൺ ടു ദി ഈ ഒരു റൂൾ ഓഫ് ലോയും നാഷണൽ സെക്യൂരിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ദി ബാലൻസിങ് ദി ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ദ സെക്യൂരിറ്റി ലോസ് ലൈക്ക് MCOCA. അതേപോലെ ഈ ആൻറ്റി ടെറർ ലോസ് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, അത് സിറ്റിസൺസിൻ്റെ ഒരു റൈറ്റിനെയും അവരുടെ ആ ഒരു പബ്ലിക് ട്രസ്റ്റിനെയും ത്രട്ടൺ ചെയ്യുന്നതാണോ, അതേപോലെ ഇന്റേണൽ സെക്യൂരിറ്റി. ഓക്കെ, GS പേപ്പർ 3 നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റി വരുന്നുണ്ടല്ലേ, അത് ഈ ആൻറ്റി ടെറർ ലോസിൻ്റെ ഒക്കെ ഒരു മിസ്യൂസ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ എത്തിക്സിൽ ആ ഒരു ജസ്റ്റിസും ഫെയർനെസ്സും എങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ 19 വർഷത്തോളം തെറ്റ് ചെയ്യാത്ത 11ഓളം ആൾക്കാർ ജയിലിലിട്ടുണ്ടായിരുന്നു. ഇറ്റ് റൈസസ് എ സീരിയസ് എത്തിക്കൽ ക്വസ്റ്റ്യൻ. പവറിൻ്റെ അബ്യൂസ്, ടോർച്ചറും ഫേക്ക് ആയിട്ടുള്ള കൺഫെഷൻസും, ഓക്കെ, ഈ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുക, പിന്നെ സ്റ്റേറ്റിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ എന്തൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ എത്തിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ 2006 നമ്മൾ മുംബൈ ലോക്കൽ ട്രെയിനിൽ ഒരു വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 180ഓളം ആൾക്കാർ മരിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ 800ഓളം ആൾക്കാർ അവിടെ ഇഞ്ചേർഡായി. 2015 ഒരു സ്പെഷ്യൽ കോർട്ട് അവർ കണ്ടുപിടിച്ചു 12ഓളം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഓക്കെ, 12 men ഫൗണ്ട് ഗിൽറ്റി. അതിൽ 5 പേർക്ക് വധശിക്ഷ കൊടുത്തു, 7ഓളം ആൾക്കാർക്ക് ജീവപര്യന്തം കൊടുത്തു. അതായത് 7 ഗോട്ട് ലൈഫ് ഇൻ പ്രിസൺ. ജൂലൈ 21 ഇപ്പൊ 2025 ജൂലൈ 21 ബോംബെ ഹൈക്കോർട്ട് പറഞ്ഞു ഇവര് കുറ്റം ചെയ്തിട്ടില്ല. ഓക്കെ, കോർട്ട് പറഞ്ഞു they said they were wrongly punished. പിന്നെ കോടതി പറഞ്ഞത് ഈ ATS, അതായത് ആന്റി ടെററിസം സ്ക്വാഡ്, അവർക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയതാണ് ആൻഡ് they falsely blamed this man എന്നാണ് കോടതി പറഞ്ഞത്. അതിൽ ഈ 12 പേരിൽ ഒരാള് COVID-19 വന്നപ്പോൾ കോവിഡിൽ മരിക്കുകയുണ്ടായി. ജയിലിൽ വെച്ചിട്ട് ഒരാൾ മരിച്ചു. അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ 19 വർഷത്തോളം ആൻഡ് ദി റെസ്റ്റ് സ്പെൻഡ് 19 years in prison for a crime they didn't do. ഓക്കെ, സോ കോർട്ട് വാൺ ചെയ്തത് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് ഫേക്ക് ജസ്റ്റിസ് ഇസ് ഡേഞ്ചറസ് എന്നുള്ളതാണ്. അത് പബ്ലിക് ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇതിൽ ശരിക്കും കുറ്റം ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കണ്ടാവുമല്ലേ. സോ അതുകൊണ്ട് തന്നെ ബിക്കോസ് ഇറ്റ് ലെറ്റ്സ് റിയൽ ക്രിമിനൽസ് ഗോ ഫ്രീ. റൂൾ ഓഫ് ലോ വീക്കൻ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ഇറ്റ് വീക്കൻസ് ദി റൂൾ ഓഫ് ലോ. സോ ദ കോർട്ട് സെഡ് റിയൽ ജസ്റ്റിസ് എന്നുള്ളത്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ പണിഷ് ചെയ്യണം. ഓക്കെ, ആക്ച്വലായിട്ട് ഇത് നടത്തിയ ആൾക്കാർ, ആക്ച്വൽ ടെററിസ്റ്റിനെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ, അല്ലാണ്ട് ആരെങ്കിലും പിടിച്ചിട്ട് ഇതാണ് അക്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മേലെ പഴിചാരല്ല വേണ്ടത്. ഓക്കെ, സോ ദ കോർട്ട് സെഡ് റിയൽ ജസ്റ്റിസ് മീൻസ് ഫൈൻഡിങ് ആൻഡ് പണിഷിംഗ് ദി ആക്ച്വൽ ടെററിസ്റ്റ്, നോട്ട് ജസ്റ്റ് എനിവൺ. സോ 2006 ഈ മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റിൽ ഇതുണ്ടായത് 2006 ജൂലൈ 11 ഓക്കെ, 7ഓളം ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത് മുംബൈയിലെ ലോക്കൽ ട്രെയിൻസിൽ. ഓക്കെ, അത് ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു റഷ് അവറിലാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ 189ഓളം 189 പീപ്പിൾ ഹാവ് ഡൈഡ് ആൻഡ് 800ഓളം ആൾക്കാർ ദേ വർ വെരി ബാഡ്ലി ഇഞ്ചേർഡ്. ഓക്കെ, സോ ഈ ഒരു ബോംബുകൾ ഈ പ്രഷർ കുക്കറിൻ്റെ ഒക്കെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ മുംബൈയുടെ വെസ്റ്റേൺ റെയിൽവേ ലൈനിലാണ് ഇത് ഏറ്റവും കൂടുതൽ, ആ ഒരു ലൈനിൽ പോകുന്ന ട്രെയിൻസിലാണ് ഏറ്റവും കൂടുതൽ വെച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് വളരെ റഷ് ആയിട്ടുള്ള ആ ഒരു ലൈനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു അതായത് അവരുടെ ഒരു ഐഡിയ തന്നെ ആ ഒരു ഏറ്റവും കൂടുതൽ ഹാം ആൾക്കാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് പ്ലേസ്ഡ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ ലൈൻ ട്രെയിൻസ് ടു കോസ് ദ മോസ്റ്റ് ഹാം. മഹാരാഷ്ട്ര ഗവൺമെന്റ് അന്ന് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവർ ആ ഒരു കേസ് ആന്റി ടെററിസം സ്ക്വാഡിന് കൊടുത്തു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ATSന് കൊടുത്തു. ഓക്കെ, പിന്നീട് അതിനുശേഷം 13ഓളം ആൾക്കാർ 13 people were put on trial. ഓക്കെ, ആൻഡ് ബാക്കി 17ഓളം ആൾക്കാർ ഇൻക്ലൂഡിങ് സം പാകിസ്ഥാനി നാഷണൽസ് ദേ വർ ഓൾസോ നെയിംഡ് ആസ് അക്യൂസ്ഡ് ഇൻ ദി ചാർജ് ഷീറ്റ്. ഈ ഒരു ഇൻസിഡന്റ് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് ടെറർ അറ്റാക്സ് ഇൻ ഇന്ത്യ ആൻഡ് നമ്മുടെ ഒരു രാജ്യത്തിനെ ഒട്ടാകെ ഒരു ഷോക്ക് ഒരു സംഭവമായിരുന്നു.
സോ 2006 ഈ ഒരു മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് കേസിൽ ഇൻവോൾവ് ചെയ്ത കുറ്റവാളികളെ എന്തുകൊണ്ടാണ് ഈ ഒരു കുറ്റവിമുക്തരാക്കിയത് എന്നുള്ളതാണ്. ഒന്ന്, ഐ വിറ്റ്നസ് ഉണ്ടല്ലോ, ഓക്കെ, ഈ ദൃക്സാക്ഷികൾ ഇവർ വളരെയധികം അൺറിലയബിൾ ആയിരുന്നു. ഓക്കെ, ഇതിൽ ഈ അക്യൂസ്ഡ് ആണെന്ന് ഇവർ സംശയിക്കുന്ന ആൾക്കാരെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാര് മുന്നോട്ട് വന്നത് ഏകദേശം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് 3-4 months കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അത് തന്നെ വിച്ച് മെയ്ഡ് ദെയർ സ്റ്റേറ്റ്മെന്റ്സ് വെരി സസ്പീഷ്യസ്. അതേപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ്, അതായത് ആരൊക്കെ ആയിരുന്നു ആ സീനിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് ആ ഒരു സീനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു നടത്തുന്നത്. ഏതെങ്കിലും ഒരു ഓഫീസർ ആയിരിക്കും. ഓക്കെ, ഇത് നടത്തിയ ഒരു ഓഫീസർ, അതായത് മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് കേസിൽ ഈ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തിയ ഓഫീസർ, പുള്ളി ആ കാലത്ത് അന്ന് പുള്ളി സർവീസിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഹി വാസ് നോ ലോങ്ങർ ഇൻ സർവീസ്. സോ ഇറ്റ് വാസ് നോട്ട് ലീഗൽ. കൺഫെഷൻ മോസ്റ്റ്ലി ഫോഴ്സ്ഡ് ആയിരുന്നു. ഓക്കെ, ആ അക്യൂസ്ഡ് നമ്മൾ പറഞ്ഞ പോലെ ഡേർട്ടി ഹാരി മെത്തേഡ് പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ദേ വർ ടോർച്ചർഡ് വെരി ബാഡ്ലി. ഓക്കെ, അവർക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു, ഉറങ്ങാൻ, അതായത് അവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, വളരെയധികം അവരെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ടോപ്പ് ഹോസ്പിറ്റൽസ് എന്നുള്ള ഡോക്ടേഴ്സ് ദേ കൺഫേം സൈൻസ് ഓഫ് ടോർച്ചർ ദർ. സോ അതുകൊണ്ട് തന്നെ കോർട്ട് അവരുടെ കൺഫെഷൻ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ലീഗൽ റൂൾസ് ദേ വർ ബ്രോക്കൺ. ഓക്കെ, ആ ഈ അക്യൂസ്ഡ് ആയ ആൾക്കാർക്ക് ദേ വർ നോട്ട് ടോൾഡ് ദേ ഹാവ് ദ റൈറ്റ് ടു എ ലോയർ ഡ്യൂറിങ് കൺഫെഷൻ. ഓക്കെ, ഒരു വക്കീലിനെ കാണാനുള്ള ഒരു ഇതുപോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതേപോലെ ദർ വാസ് നോ പ്രൂഫ് ദി കൺഫെഷൻ വാസ് റീഡ് ബാക്ക് ടു ദം ഇൻ എ ലാംഗ്വേജ് ദേ അണ്ടർസ്റ്റുഡ്. അവർ പറഞ്ഞ അവരുടെ ആ ഒരു കൺഫെഷൻ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തിരിച്ചവർക്ക് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ദ റൂൾസ് വർ ക്ലിയർലി ബ്രോക്കൺ. പിന്നെ ഈ MCOCA എന്ന് പറയുന്ന ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് മിസ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഒരു സ്പെഷ്യൽ ആന്റി ടെറർ ലോ, ഇതിനൊരു സീനിയർ ഓഫീസറിന്റെ ഒരു അപ്രൂവലൊക്കെ വേണം. പക്ഷെ ഈ ഒരു കേസിൽ ഈ ഒരു അപ്രൂവൽ കൊടുത്തത് ഡോക്യുമെന്റ്സ് ഒന്നും നേരെ ചെക്ക് ചെയ്യാതെയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഓഫീസർ വാസ് നോട്ട് ഈവൻ കോൾഡ് ടു കോർട്ട്. ഓക്കെ, സോ ഇറ്റ് മെയ്ഡ് ഇറ്റ് ലീഗലി ഇൻവാലിഡ്. പിന്നെ ഇമ്പോർട്ടന്റ് എവിഡൻസസ് ഡിസ്ട്രോയ് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഫോൺ റെക്കോർഡ്സ് ഉണ്ടല്ലോ, അക്യൂസ്ഡ് ആയിട്ട് ആൾക്കാരുടെ ഫോൺ റെക്കോർഡ്സ്, ഓക്കെ, വിച്ച് കുഡ് പ്രൂവ് ഇഫ് ദേ വർ ആക്ച്വലി ഇൻവോൾവ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തു. ഈവൻ ദോ ആ ഒരു ഡിഫൻസ് അതിന് വേണ്ടി ഒരുപാട് ചോദിച്ചു എന്നുണ്ടെങ്കിലും അത് ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അത് കിട്ടിയില്ല. സോ ദിസ് ലുക്ക് ലൈക്ക് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഹൈഡ് ദ ട്രൂത്ത്. പിന്നെ ഈ ഫിസിക്കൽ എവിഡൻസസ് മിസ്ഹാൻഡിൽ ചെയ്ത പോലെയാണ് കാണാൻ കഴിഞ്ഞത്. ഈ RDX പോലെയുള്ള ബോംബുകളും പിന്നെ ഈ പ്രഷർ കുക്കറും പിന്നെ സർക്യൂട്ട് ബോർഡുകളൊക്കെ ഇതൊന്നും നേരെ പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ദേ ആർ നോട്ട് ട്രാക്ട് പ്രോപ്പർലി ബിഫോർ ദേ ബീങ് സെൻഡ് ഫോർ ടെസ്റ്റിംഗ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ദർ വാല്യൂ ആസ് എ പ്രൂഫ് വാസ് വെരി വീക്ക്. ഇൻവെസ്റ്റിഗേഷൻ ഫെയർ ആയിരുന്നില്ല. കോർട്ട് പറഞ്ഞത് ATS ദേ ബിൽഡ് ദ കേസ് യൂസിങ് ടോർച്ചർ ആൻഡ് പുവർ എവിഡൻസ്. ഓക്കെ, അതൊരു ജസ്റ്റിസിന്റെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, while the real terrorists were never caught. So Bombay High Court found that the investigation was full of flaws, illegal actions were taken, fake evidence ആണ്. സോ 12ഓളം ആൾക്കാർ വെറുതെ വരികയാണ് ചെയ്തത്, saying justice must be based on truth, not just finding someone to blame. സോ ഈ ബോംബെ ഹൈക്കോർട്ട് ഇവരെ ഈ കുറ്റവിമുക്തരാക്കിയതിനു ശേഷം നമ്മുടെ സുപ്രീം കോർട്ട് ഈ ഒരു സീനിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സുപ്രീം കോർട്ട് എന്നിട്ടൊന്ന് ടെമ്പററി ഹോൾഡ് ചെയ്യാണ് ചെയ്തത്, സ്റ്റേ വെച്ചു ഈ ഒരു ഹൈക്കോർട്ട് പറഞ്ഞതിൽ. അത് ജൂലൈ 24-ന് 2025 ജൂലൈ 24-ന് ദി സുപ്രീം കോർട്ട് പോസ്ഡ് ദി ബോംബെ ഹൈക്കോർട്ട് ഡിസിഷൻ ദാറ്റ് ഫ്രീഡ് ഓൾ 12 അക്യൂസ്ഡ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്ര ഗവൺമെന്റ് പറഞ്ഞു, അതായത് ഈ ഒരു വിധി, നമ്മുടെ ബോംബെ ഹൈക്കോർട്ട് പറഞ്ഞ ഈ ഒരു വിധി ഒരുപാട് വേറെ കേസസിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ MCOCA ലോ ഒക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു ലോണിന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് കേസസിന് ഇത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു ലോ, അതായത് ഈ MCOCA എന്നുള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓർഗനൈസ്ഡ് ക്രൈം അല്ലെ, അതേപോലെ തീവ്രവാദം പോലെയുള്ള ഒരു ക്രൈമോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കറിയാമല്ലോ, മുംബൈ എന്നുള്ളത് ഡോണുകളുടെ ഒരു ഹബ്ബാണ്. ഓക്കെ, സോ സുപ്രീം കോർട്ട് പറഞ്ഞു ഇറ്റ് വിൽ ലുക്ക് ഇൻ ടു ദ കേസ് മോർ ഡീപ്ലി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ 12 പേര് വെറുതെ വിട്ട ആൾക്കാർ വെറുതെ വിടും. ഓക്കെ, കോർട്ട് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഓക്കെ, അവരെ തിരിച്ച് ജയിലിൽ ഇടില്ല, സിൻസ് ദേ വർ ഓൾറെഡി റിലീസ്ഡ് ആഫ്റ്റർ ബീങ് അക്യൂറ്റഡ് അല്ലേ.
അവർ കുറ്റവിമുക്തരാക്കി അവർ വിട്ടല്ലോ കോടതി. അപ്പം ഇനി ഒരിക്കലും അവർ തിരിച്ച് ജയിലിലേക്ക് ഇടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സുപ്രീം കോർട്ട് ഈ 12 ആൾക്കാർക്ക്, ഈ ഫോർമർ കൺവിക്ട്സിന് ഒരു നോട്ടീസ് അയച്ചു. ഓക്കെ, ഗവൺമെന്റിന്റെ ഈ ഒരു അപ്പീലിനുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു നോട്ടീസ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഓർഡർ കൊടുത്തത് ഒരു 2 ജഡ്ജ് ബെഞ്ചാണ്. ഓക്കെ, 2 ജഡ്ജ് ബെഞ്ച് ഗേവ് ദി ഓർഡർ. അല്ല, ജസ്റ്റിസ് MM സുന്ദരേഷും ജസ്റ്റിസ് N കൊട്സ്വാർ സിംഗുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ പറഞ്ഞാണ്, അതിപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. സോ സുപ്രീം കോർട്ട്, അതായത് ഹൈക്കോർട്ടിന്റെ വിധി തെറ്റാണ് എന്ന് പരസ്യമായിട്ട് സുപ്രീം കോടതി പറയുകയല്ല ചെയ്തത്. ആ ഒരു ഡിസിഷൻ റൈറ്റ് നൗ ഒന്ന് പോസ് ചെയ്തു. ഓക്കെ, ദേ ജസ്റ്റ് പോസ് ദി ഡിസിഷൻ ഫോർ നൗ. ഒരു ഗവൺമെന്റിന്റെ സൈഡ് പ്രോപ്പറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദി 12 freedmen, they don't have to go back to the jail unless the court decides otherwise later. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ട്രംപ് പിന്നെയും നമുക്ക് ടാക്സ് കൂട്ടി തന്നിട്ടുണ്ട്. സോ IR ഇമ്പോർട്ടൻ്റ് ആണ്, GS പേപ്പർ 2 കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രിലിംസിൽ ഇന്ത്യയും ഇന്ത്യയുടെ ബയലാറ്ററൽ റിലേഷൻസും ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ടെൻഷൻ. ഓക്കെ, അതേപോലെ ആ ഒരു ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി. ഇറ്റ് റേസസ് ദി ക്വസ്റ്റ്യൻ അബൌട്ട് ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി വേഴ്സസ് ദി ഡിപ്പെൻഡൻസ് ഓൺ മേജർ പവേഴ്സ്. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇമ്പാക്ട് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി ചോയ്സസ്. ഇപ്പോൾ റഷ്യയുടെ അടുത്ത് നിന്ന് നമ്മൾ ഓയിലൊക്കെ വാങ്ങിക്കുന്നതാണ് മെയിനായിട്ട് ഇങ്ങനൊരു നീക്കത്തിലോട്ട് ട്രംപിനെ എത്തിച്ചത്. എക്കോണമിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് GS പേപ്പർ 3. ഓക്കെ, ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിങ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രേഡ്. നമ്മുടെ കറൻസിയുടെ ആ ഒരു വൾണറബിലിറ്റി ടു ഫോറിൻ ഡിസിഷൻസ്, ഇതെല്ലാം ഇന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. സോ ഈ ഒരു ന്യൂസ്, അതായത് August 1 മുതൽ നമുക്ക് US ഈസ് ഗോയിങ് ടു പുട്ട് 25% ടാക്സ് ഓൺ ഗുഡ്സ് കമ്മിങ് ഫ്രം ഇന്ത്യ. ഓക്കെ, 26% ആക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് 25 സെറ്റിൽ ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് US ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, US വളരെ അൺഹാപ്പി ആണെന്നാണ് പറഞ്ഞത് ഇന്ത്യയായിട്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് വെപ്പൺസും ഓയിലൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ടാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. രണ്ടാമത്തത്, ഇന്ത്യ എന്നൊരു രാജ്യത്ത് നമ്മൾ എല്ലാവർക്കും ഹൈ ഇമ്പോർട്ട് ടാക്സ് ആണ് വെക്കുന്നത് എന്നാണ് US പറഞ്ഞത്. പിന്നെ വളരെ സ്ട്രിക്റ്റ് റൂൾസ് ആണ്. അതായത് ഇന്ത്യ ഈ നോൺ മണി ബാരിയേഴ്സ് യൂസ് ചെയ്യുന്നു, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് യൂസ് ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് തന്നെ USന്റെ പ്രൊഡക്ട്സിന് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അങ്ങനെ എത്താൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. നമ്മുടെ കൊമേഴ്സ് മിനിസ്ട്രി പറഞ്ഞു, വി ആർ സ്റ്റഡിയിങ് ഹൗ ദിസ് വിൽ ഇഫക്ട് അസ് എന്നൊക്കെയാണ്. ഇങ്ങനെയാണ് ഇന്ത്യ റെസ്പോണ്ട് ചെയ്തത്. നമ്മൾ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ ഇന്ത്യ ആൻഡ് US ഹാവ് ബീൻ ഡിസ്കസിങ് എ ട്രേഡ് ഡീൽ സിൻസ് 2023. ഓക്കെ, വിച്ച് മൈറ്റ് ഹെൽപ്പ് ഇൻ ദി ലോങ് റൺ. എക്കോണമിക് ഇമ്പാക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസയുടെ വില, അതായത് റുപ്പി, ഇറ്റ് ഫെൽ ഷാർപ്ലി. ഓക്കെ, 3 വർഷത്തിലെ ഏറ്റവും വലിയ ഡ്രോപ്പാണ് ഉണ്ടായത്. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 86.91 ആയിരുന്നു പെർ ഡോളർ വില. ഓക്കെ, സോ ഇത് ഒരു എക്സ്ചേഞ്ച് റേറ്റ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇറ്റ് ഈസ് ലൈക്ക് ഹൗ മച്ച് $1 കോസ്റ്റ് ഇൻ റുപ്പീസ്. ഓക്കെ, ആ ഒരു റുപ്പിയുടെ വില ഇടിയാണ് ചെയ്തത്. സോ എന്തുകൊണ്ടാണ് ഇടിഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ദേ ഗോട്ട് വറീഡ് അബൌട്ട് US ടാരിഫ് ആൻഡ് അവരവരുടെ പൈസ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഡോളർ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിയും, അല്ലെ ഡിമാൻഡ് ഇടിയും. റുപ്പിയുടെ ആ ഒരു ഡിമാൻഡ് ഇവിടെ ഇടിഞ്ഞു ഡോളർ പുറത്തോട്ട് പോയപ്പോൾ. ഓക്കെ, സോ ദി റുപ്പീസ് വാല്യൂ ഡ്രോപ്പ്. ദാറ്റ്സ് വൈ ഇറ്റ് ക്ലോസ്ഡ് അറ്റ് 86.91 പെർ ഡോളർ. സോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൈസ പുറത്തേക്ക് എടുത്തപ്പോൾ അത് ഇന്ത്യൻ റുപ്പിയുടെ മേലെ കുറച്ചും കൂടി പ്രഷർ ഇട്ടു. ഓക്കെ, സോ ട്രേഡ് ഫാക്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ത്യ ഹാസ് സം ഓഫ് ദ ഹയസ്റ്റ് ടാരിഫ്സ് ഇൻ ദ വേൾഡ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ US, ഇന്ത്യ ബൈസ് മോർ ദാൻ ദ US ദാൻ ഇറ്റ് സെൽസ് ടു ദി US. ഓക്കെ, ഇന്ത്യ US-ന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കൂടുതൽ. ഓക്കെ, US ഇന്ത്യയായിട്ട് സെല് ചെയ്യുന്നതിനേക്കാളും ഇന്ത്യ ബൈസ് മോർ ഫ്രം ദി US ദാൻ ഇറ്റ് സെൽ ടു ദി US എന്നാണ് അവർ പറഞ്ഞത്. US-ലോട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സ്പോർട്ട് ഈ ചില ഇലക്ട്രിക്കൽ മെഷീൻസും ന്യൂക്ലിയർ ടെക്നോളജിയും പിന്നെ മെഡിസിൻസും ഫ്യൂവൽസും പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്രഷ്യസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് ഇന്ത്യ UAE എഗ്രീസ് ടു എലവേറ്റ് ഡിഫൻസ് ടൈസ്. ഇവിടെ ഈ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, സോ ഇത് IR വരുന്നതാണ്. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതേപോലെ തന്നെ ലൈക്ക് ഇറ്റ് ഷോസ് ഇന്ത്യസ് ഗ്രോയിങ് റോൾ ആസ് എ
റീജിയണൽ സെക്യൂരിറ്റി പ്രൊവൈഡർ ഇൻ വെസ്റ്റ് ഏഷ്യ. നമുക്ക് ഈ ആക്ട് വെസ്റ്റ് പോളിസി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതേപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജിക് ഔട്ട്റീച്ച് ടു ദി ഗൾഫ് കൺട്രീസ്. ഇവിടെ അതായത് ഈ ഒരു ഡിഫൻസ് ഡിപ്ലോമസിയിലോട്ട് വരുമ്പോൾ it illustrates how India uses training, joint exercise and technology to strengthen ties. ഓക്കെ, അതേപോലെ ഈ സെക്യൂരിറ്റിയിൽ GS പേപ്പർ 3 സെക്യൂരിറ്റി മാരിടൈം സെക്യൂരിറ്റി കോർപ്പറേഷനിലൊക്കെ വരുമ്പോൾ ഈ ഒരു നമ്മൾ UAE ആയിട്ട് ഒരു റിയൽ ടൈം ഇൻഫർമേഷൻ ഷെയറിങ്ങിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ടു സപ്പോർട്ട് ദി ആൻറ്റി പൈറസി, കൗണ്ടർ ടെററിസം, ഓക്കെ, ആൻഡ് ഫോർ ദി ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആൻഡ് ഓൾ. അതേപോലെ ഇന്ത്യയുടെ ഒരു ബ്ലൂ എക്കോണമി, നമുക്ക് ഈ സാഗർ വിഷനൊക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. ഓക്കെ, അതിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ന്യൂസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് UAE ആയിട്ടുള്ള റിലേഷൻ ഇറ്റ് ഈസ് വെരി സ്ട്രോങ് അല്ലേ. നമുക്ക് ട്രേഡിൽ, അതായത് ട്രേഡിലാണെങ്കിലും എനർജിയിലാണെന്നുണ്ടെങ്കിലും ഡയസ്പോറയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇന്ത്യൻസ് UAE വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, അവിടെ ജീവിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിൽ both countries have been working to build a stronger defense and security partnership, എസ്പെഷ്യലി ഡ്യൂ ടു നമുക്കറിയാം, അതായത് ഈ മാരിടൈം സെക്യൂരിറ്റിയിലും ടെററിസത്തിലും റീജിയണൽ സ്റ്റെബിലിറ്റിയിലും ഒക്കെ ഫുള്ളായിട്ട് പ്രശ്നമാണ്. ഇന്ത്യൻ ഓഷ്യനിലാണെങ്കിലും ശരി, വെസ്റ്റ് ഏഷ്യയിലാണെങ്കിലും ശരി. സോ ഈ ഒരു ജോയിന്റ് ഡിഫൻസ് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗ് നടന്നിരിക്കുകയാണ്, ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്, ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UAE. ഇറ്റ് വാസ് ഹെൽഡ്. ഇതൊരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ്. സോ ഇതിലൂടെ കൺട്രീസ് ദേ വിൽ ഡിസ്കസ് ഹൗ ടു ഇംപ്രൂവ് ദെയർ മിലിറ്ററി ആൻഡ് ഡിഫൻസ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കീ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ടൈസ്. ഓക്കെ, രണ്ട് രാജ്യങ്ങളും they agreed to make their military relationship much stronger. ഓക്കെ, നമ്മൾ UAE ആയിട്ട് ഈ ജോയിന്റ് എക്സസൈസസും അതേപോലെ മ്യൂച്വൽ സപ്പോർട്ടും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ UAE സോൾജേഴ്സിനെ ട്രെയിൻ ചെയ്യും. ഓക്കെ, എസ്പെഷ്യലി ഇൻ ഏരിയാസ് വേർ ഇന്ത്യ ഹാസ് എക്സ്പെർട്ടൈസ്. ഓക്കെ, സോ വി ക്യാൻ സീ മോർ മിലിറ്ററി ട്രെയിനിങ്. അതേപോലെ മാരിടൈം സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് രണ്ട് രാജ്യങ്ങളും ദേ വിൽ വർക്ക് ടുഗെദർ ടു കീപ് ദി സീ റൂട്ട്സ് സേഫ്. ഓക്കെ, റിയൽ ടൈം ഇൻഫർമേഷൻ ഷെയറിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, ലൈക്ക് ഷിപ്പ് മൂവ്മെൻറ്റ്സ് ആൻഡ് എന്തെങ്കിലും ത്രെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻഫർമേഷൻ കൈമാറും ടു പ്രിവെൻറ്റ് പൈറസി ഓർ അതർ ഡേഞ്ചേഴ്സ്. അതേപോലെ തന്നെ ഇന്ത്യ വിൽ ഡിസൈൻ സ്പെഷ്യൽ മിലിറ്ററി ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, UAEയുടെ സ്പെസിഫിക് നീഡ്സിനനുസരിച്ചിട്ടുള്ള മിലിറ്ററി ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് റോള്, ഈ ഒരു എസ്പെഷ്യലി ഒരു ഗൾഫ് റീജിയനിൽ ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിക് റോള് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു മിലിറ്ററി ഡിപ്ലോമസിയും ഡിഫൻസ് എക്സ്പോർട്ടും, ഓക്കെ, ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യും അല്ലേ. ഈ ഒരു മീറ്റിങ്ങിലൂടെ ഇതെല്ലാം ബൂസ്റ്റ് ആവും. ഡിഫൻസ് എക്സ്പോർട്ടും മിലിറ്ററി ഡിപ്ലോമസിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകും. ഒരു മാരിടൈം സെക്യൂരിറ്റി നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ ഓഷനിൽ. ഓക്കെ, നമുക്കറിയാം അത് ഈ എനർജി റൂട്ടിലും അതേപോലെ ഈ മെയിനായിട്ടുള്ള എനർജി റൂട്ടാണ്, അതേപോലെ ട്രേഡിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ഇന്ത്യ ഈസ് യൂസിങ് സോഫ്റ്റ് പവർ ലൈക്ക് ഈ ട്രെയിനിങ്ങും കോപ്പറേഷനും ഒക്കെ. ഓക്കെ, നമ്മൾ വെറും വെപ്പൺസ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, വി ആർ യൂസിങ് സോഫ്റ്റ് പവർ. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് ഇൻക്ലൂഷൻ ഓഫ് TRF. സോ TRFനെ UN സെക്യൂരിറ്റി കൗൺസിൽ കൗണ്ടർ ടെറർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ TRF നമുക്കറിയാമല്ലേ, ഈ ഒരു തീവ്രവാദ സംഘടന വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് മെയിൻലി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഇതിൽ ഈ ലഷ്കർ ഇ തായ്ബയുടെ വേറൊരു പേരായിട്ട് നമുക്ക് TRFനെ കാണാം. ഓക്കെ, ഇറ്റ് ഈസ് എ ഫ്രോണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കവർ നെയിം ഫോർ ലഷ്കർ ഇ തായ്ബ. ഇവർ ഈ പാകിസ്ഥാനി ബേസ്ഡ് ടെററിസ്റ്റ് ഗ്രൂപ്പാണല്ലോ. ആൻഡ് 2008 മുംബൈ അറ്റാക്കിലൊക്കെ മെയിനായിട്ടുള്ള പങ്കുള്ള ആൾക്കാരാണ് ഈ ലഷ്കർ ഇ തായ്ബയൊക്കെ. സോ റീസെൻ്റ്ലി നടന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ റിപ്പോർട്ടിൽ ഈ ഒരു ടെററിസം ഒരു മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. ആൻഡ് TRFനെ അവർ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. സോ ഇറ്റ് കൺഫേം ദാറ്റ് TRF ഈസ് ലിങ്ക്ഡ് ടു ലഷ്കർ ഇ തായ്ബ. അതേപോലെ തന്നെ അവർ പറഞ്ഞു TRF ആ ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ ഫോർ ദി ഡെഡ്ലി അറ്റാക്ക് ഇൻ പെഹൽഗാം ഓൺ April 22 ഇൻ വിച്ച് 26 സിവിലിയൻസ് വർ ഡെഡ്. സോ ഇത് ആ ഒരു TRFന് മേലെ ഒരു ഇന്റർനാഷണൽ ഫോക്കസ് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട്. ആസ് അനദർ പാകിസ്ഥാൻ ബേസ്ഡ് ടെറർ ഔട്ട്ഫിറ്റ് ഇന്റർനാഷണൽ ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ സിവിൽ സർവീസിലുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നില്ല. IR ഇമ്പോർട്ടൻ്റ് ആണ്, സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, GS പേപ്പർ 3 IR GS പേപ്പർ 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദി ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ഓഫ് ടെറർ ഗ്രൂപ്പ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്രോസ് ബോർഡർ ടെററിസത്തിനെതിരെയുള്ള നമ്മുടെ ആ ഒരു സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണല്ലോ അത്. അതേപോലെ തന്നെ ആ ഒരു പാകിസ്ഥാൻ്റെ ഈ ഒരു കണ്ടിന്യൂഡ് സപ്പോർട്ട് ഓക്കെ ടു ടെറർ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്.
പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റിയിലും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിലും UN-ന്റെ റോളുകളിലും എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, which is spectacle privacy and sharing in the digital age. So ഇത് ഡിജിറ്റൽ എത്തിക്സ് പ്രൈവസി കൺസേൺസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. എത്തിക്സിലും ഗവർണൻസിലും GS പേപ്പർ 2-ലും GS പേപ്പർ 1-ലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഇവിടെ പറയുന്നത് ഈ വൈറൽ കോണ്ടന്റിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, അത് ഇറ്റ് ക്യാൻ റൂയിൻ ദി റെപ്യൂട്ടേഷൻ. അതായത് ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റോ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഫാസ്റ്റ് ആൻഡ് ഡാമേജ് സംവൺസ് ഇമേജ് അല്ലേ. അതിപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഈ ഒരാളുടെ റെപ്യൂട്ടേഷനെ വളരെയധികം നെഗറ്റീവായിട്ട് അത് ബാധിക്കും. ഓക്കെ, അതേപോലെ ഈ സോഷ്യൽ മീഡിയ അൽഗോറിതംസ് ദേ കെയർ മോർ അബൌട്ട് അറ്റൻഷൻ ദാൻ ട്രൂത്ത്. അതായത് ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ എസ്പെഷ്യലി സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തംബ്നെയിലൊക്കെ നമുക്ക് കാണാമല്ലോ, അതായത് ഇയാൾക്ക് സംഭവിച്ചത് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് കുറേ സാധനങ്ങൾ വരും. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെയാണ്. ഓക്കെ, സോ ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഇറ്റ് ഷോസ് വാട്ട് ഗെറ്റ് ക്ലിക്സ്, ഓക്കെ, നോട്ട് വാട്ട്സ് അക്യുറേറ്റ്. പിന്നെ പീപ്പിൾ റെക്കോർഡ് ഇവൻറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ഓർ വെരിഫൈങ്. എന്തെങ്കിലും ഒരു മോശമായ ഒരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരത് റെക്കോർഡ് ചെയ്യാനാണ് ആൾക്കാർ നോക്കുന്നത്. ഓക്കെ, എന്നിട്ടത് പോസ്റ്റ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിങ് ഓർ ചെക്കിങ് ദി ഫാക്ട്സ്. അതേപോലെ തന്നെ ഒരു ലാറ്ററൽ സർവൈലൻസ്. ഇപ്പോൾ ആൾക്കാരാണ് ഇപ്പോൾ അത് വാച്ച് ചെയ്ത് ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്ത് ആൻഡ് ദേ ആർ എക്സ്പോസ്. അതായത് ആൻഡ് ദേ എക്സ്പോസ് ഈച്ച് അതേഴ്സ് ഓൺലൈൻ. ഓക്കെ, നോട്ട് ജസ്റ്റ് ഗവൺമെന്റ്സ് സ്പൈയിങ് ആൻഡ് ഓൾ. എല്ലാവരും ഇന്ത്യയിലുള്ള ഈ ഒരു ഡിജിറ്റൽ ഇതായിട്ടുള്ളൊരു മെയിനായിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡിജിറ്റൽ റൂൾസ് അറിയില്ല. അതായത് ഒരുപാട് ആൾക്കാർ ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. സോ അതുകൊണ്ട് തന്നെ അത് ഒരു മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഒരു മിസ്ലീഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അതേപോലെ തന്നെ ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ദേ ആർ മോർ അറ്റ് റിസ്ക്. ഈ വൈറൽ കോണ്ടന്റ് അത് ചില കമ്മ്യൂണിറ്റീസിനെ അത് വളരെയധികം മോശമായിട്ട്, കമ്മ്യൂണിറ്റീസിനെ അല്ലെങ്കിൽ മൈനോറിറ്റീസിനെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു പണിഷ് ദോസ് ഹു സ്പ്രെഡ് ലൈസ് ഓർ ഹാംഫുൾ കോണ്ടന്റ് ഓൺലൈൻ. നമ്മുടെ കയ്യിലുള്ളത് വളരെ വീക്ക് ഡിഫമേഷൻ ലോസ് ആണ്. ഓക്കെ, പിന്നെ ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിന്റെ കാര്യം എടുക്കുമ്പോൾ അതേപോലെ തന്നെ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിന് ഈ ലോക്കൽ പ്രോബ്ലംസ് എടുക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് എന്നുള്ളത് ഒരു ഗ്ലോബൽ സംഭവമാണ് അല്ലേ. പക്ഷെ ഇന്ത്യൻ ലോസ് ഇറ്റ് കാൺട്ട് ഓൾവേസ് കൺട്രോൾ വാട്ട് ഹാപ്പൻസ് ഓൺ ഫോറിൻ വെബ്സൈറ്റ്സ്. സോ ഇവിടെ നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് ഇവർ പറയുന്നത് വി ക്യാൻ ടീച്ച് പീപ്പിൾ വാട്ട് റൈറ്റ് ടു ഷെയർ അല്ലേ. എവരി വൺ ഷുഡ് ലേൺ വാട്ട്സ് എത്തിക്കൽ ആൻഡ് വാട്ട്സ് ഹാംഫുൾ ടു പോസ്റ്റ് ഓൺലൈൻ. അതേപോലെ ഈ ഒരു ഡിജിറ്റൽ എത്തിക്സിന് ഒരു എഡ്യൂക്കേഷൻ അത് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളെ അത് വളരെ ഒരു ചെറിയ ഏജിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. വി ഷുഡ് ടീച്ച് ചിൽഡ്രൻ ആൻഡ് കമ്മ്യൂണിറ്റീസ് അബൌട്ട് ഓൺലൈൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, പിന്നെ ഈ വൈറൽ പോസ്റ്റുകളൊക്കെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം അല്ലേ. അതായത് പ്ലാറ്റ്ഫോം ഷുഡ് ആഡ് വാർണിംഗ്സ് ഓർ ദേ ഷുഡ് ചെക്ക് ബിഫോർ ഹാംഫുൾ കോണ്ടന്റ് സ്പ്രെഡ് ഫാസ്റ്റ്. ന്യൂസ് ഫോക്കസ് ചെയ്യേണ്ടത് ഫാക്ട്സിലായിരിക്കണം. ഓക്കെ, നോട്ട് ഇൻ ഫെയിം. അതായത് ജേർണലിസ്റ്റ് അവർ വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും ഒരു പോസ്റ്റ് അവർ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരത് വെരിഫൈ ചെയ്യണം. ഓക്കെ, നോട്ട് ജസ്റ്റ് ട്രൈ ടു ഗോ വൈറൽ. വി ആർ ഓൾ റെസ്പോൺസിബിൾ ഓൺലൈൻ. അതായത് എല്ലാവരും they must think before sharing, posting or commenting in a particular video or post. Okay, so that's it. നാളെ നമുക്കിപ്പോൾ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.